SUV ഇൻഫോ അങ്ങനെ ഒരുപാട് ആപ്സ് വന്നിട്ടുണ്ട്. 80 കിലോമീറ്റർ വരെ സ്പീഡ് പോകുമ്പോൾ ഈ ഹെഡ്ലൈറ്റ് ബൂസ്റ്റ് ആവും, അതിൻ്റെ പവർ കുറച്ചും കൂടി വരുമ്പോൾ നല്ലൊരു ഈ ഒരു ലിവർ പ്രസ് ചെയ്താൽ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാം. എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് ഏകദേശം 240 ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കുന്നത്. മഹീന്ദ്ര എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാകെ വരുന്ന ഒരു കാര്യം SUV, ഒരു ഓഫ് റോഡ് മെഷീൻ നിർമ്മിക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് മഹീന്ദ്ര. ഇന്നത്തെ വീട്ടിൽ നമ്മളെ കൂടെ ഉള്ളത് മഹീന്ദ്ര XUV 700. ഒരുപാട് ഫീച്ചേഴ്സും പുതിയ ടെക്നോളജിയുമായിട്ടുള്ള ഫീച്ചേഴ്സുള്ള ഒരു വണ്ടിയാണിത് XUV 700 എന്ന് പറയുന്നത്. ഈ വാഹനം ലോഞ്ച് ചെയ്ത സമയത്ത് ഒരുപാട് ബുക്കിങ്ങും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് പോലും അവൈലബിൾ അല്ലായിരുന്നു, അത്രയും ബുക്കിംഗ് ഉണ്ടായിരുന്നു. വെയിറ്റിംഗ് പീരീഡ് ഏകദേശം 1 വർഷത്തിന് മേലെ വെയിറ്റിംഗ് പീരീഡ് ഒരു വാഹനമായിരുന്നു. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇതാണ് മഹീന്ദ്ര എന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ XUV, ഏറ്റവും പുതിയ മോഡൽ XUV 700 നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഈ ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഗ്രിൽ യൂണിറ്റ് വന്നിട്ടുള്ളത്. അതിലൊരു ക്രോം ഇൻസേർട്ടും കൊടുത്തിട്ട് ചെറിയൊരു എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ക്രോം ഇൻസേർട്ട്. അത് മാത്രമല്ല മഹീന്ദ്രയുടെ വലിയൊരു ലോഗോ, പുതിയൊരു ലോഗോ വന്നിട്ടുള്ളത് ഒരു M ഷേപ്പ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഷേപ്പ് ആ രീതിയിൽ വിളിക്കാൻ പറ്റുന്ന ലോഗോയാണ്. മഹീന്ദ്ര വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എമ്മിൻ്റെ സ്പെഷ്യൽ എന്താ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കും. മഹീന്ദ്രയിൽ താഴെ 360 ഡിഗ്രി ക്യാമറ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. വാവ്. ഇതിന് നേരെ താഴെ ഒരു റഡാർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ലൈൻ കീപ്സ് ഉണ്ട്, അതിൻ്റെ ക്യാമറ സെൻറ്റർ വന്നിട്ടുണ്ട്. യെസ്. പിന്നെ ഒരുപാട് ക്യാരറ്റ് ലൈൻസ് വാഹനത്തിൽ വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു ബോണ്ടിൽ ഈ ഒരു പോർഷൻ നോക്കിയാലും ഇവിടെയും ക്യാരറ്റ് ലൈൻസ് വന്നിട്ടുണ്ട്. ഈ വാഹനത്തിൽ നല്ലൊരു ഭംഗിയുള്ളൊരു ക്യാരറ്റ് ലൈൻസാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ബസ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി ഹെഡ് ലാമ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും വലിയൊരു DRL യൂണിറ്റേ കൊടുത്തുള്ളത്, ഒരു വലിയൊരു പോർഷനാണ് DRL വന്നിട്ടുള്ളത്. പിന്നെ ടെയിൽ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തു, അത് സീക്വൻസിങ് ടെയിൽ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുള്ളത്. LED ആണ് ഫുള്ള് വന്നിട്ടുള്ളത്. ഹെഡ് ലാമ്പ് വെച്ച് വേറൊരു കാര്യം പറയുമ്പോൾ ഈ വാഹനം ഓട്ടോമാറ്റിക്കലി സ്പീഡ് കൂടുമ്പോൾ 80 കിലോമീറ്റർ വരെ സ്പീഡ് പോകുമ്പോൾ ഈ ഹെഡ്ലൈറ്റ് ബൂസ്റ്റ് ആവും, അതിൻ്റെ പവർ കുറച്ചും കൂടി വരുമ്പോൾ നല്ലൊരു പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഞാൻ വേറൊരു വാഹനത്തിനും കണ്ടിട്ടില്ല. സ്പീഡ് കൂടുന്നതനുസരിച്ച് ഹെഡ്ലൈന് ബൂസ്റ്റായി വരും. അപ്പോൾ ഇതാണ് ഓവർ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. പിന്നെ താഴെയാണ് ഫോഗ് ലാമ്പ് എന്നുള്ളത്, കോർണിങ് ഫോഗ് ലാമ്പ്, അതും LED ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടേക്ക് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഒരു സ്കിഡ് പ്ലേറ്റ് ഒരു ഗൺമെറ്റൽ ഫിനിഷിൽ വന്നിട്ടുള്ളത്. രണ്ടും കൂടെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു 3 കളർ കാണാനും. പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇനി നേരെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ മെയിൻ ഹൈലൈറ്റ് നിൽക്കുന്നത് ആ ഒരു അലോയ് വീൽസാണ്. 18 ഇഞ്ച് അലോയ് വീൽ വന്നിട്ടുള്ളതും ഡയമണ്ട് കട്ട് അലോയ് വീൽ. മഹീന്ദ്ര ലോഗോ കൊടുത്തിട്ടുണ്ട്. 5 സ്പോക്കൺ അലോയ് വീൽ വന്നിട്ടുള്ളത്. ഡിസ്ക് ബ്രേക്ക് ഫ്രണ്ടിൽ വന്നുള്ളത്. നേരെ മേലെ വീൽ ആർച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ക്ലാഡിങ് പോലെ SUV ക്ലാഡിങ് പോലെ വന്നിട്ടുള്ളത്. പിന്നെ ഫുഡ് സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. കാരണം ഒരു SUV ആണ്, ഫുഡ് സ്റ്റെപ്പ് അത്യാവശ്യമാണ്. പക്ഷേ വലിയൊരു ഗ്രൗണ്ട് ഗ്രിൽസ് വാഹനത്തില്ല, ഓഫ് റോഡ് വാഹനം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫുഡ് സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടേൺ മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ 360 ഡിഗ്രി ക്യാമറയുടെ വന്നിട്ടുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ടറാണ് വന്നുള്ളത്. അതിലൊരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കാം. താഴെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് വന്നുള്ളത്. അതിൽ ഭംഗിയുടെ 2 കളർ കാണാം. ഇതാണ് ഇതിൻ്റെ കീ വന്നുള്ളത്. മഹീന്ദ്രയുടെ ലോക്കാണ് ലോക്ക്. പിന്നെ ബൂട്ട് സ്പേസിന് പെട്ടെ നമ്മൾ ഈ ഒരു ഡോർ ഹാൻഡിൽ ശ്രദ്ധിച്ചോ, അത് സൂക്ഷിച്ച് നോക്കില്ല. നമ്മൾ ഈ വാഹനത്തിൽ അൺലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പണേ വരും. നമുക്കിത് ക്ലോസ് ചെയ്യണമെങ്കിൽ അവിടെ നിൽക്കാൻ മതി, പ്രസ് ചെയ്താൽ മതി. അതോ ആ കീ എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഓപ്പറേറ്റ് ആവുള്ളൂ. ആ രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഒരു ഷോർട്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോം പ്ലേറ്റ് ഷോർട്ട് ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ബാക്ക് വരെ പോകുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ പറഞ്ഞാൽ അതേ സെയിം വീല ബാക്കിൽ വന്നുള്ളത്. 18 ഇഞ്ച് ഡിസ്ക് ബ്രേക്ക് കൂടെ വന്നിട്ടുണ്ട്. അത് ഡയമണ്ട് കട്ട് അലോയിലെ ബാക്കിൽ വന്നുള്ളത്. പിന്നെ ഫ്രണ്ടിൽ പറഞ്ഞാൽ ഒരു വീൽ ആർച്ച് SUV ക്ലാഡിങ്, അത് നമ്മുടെ സൈഡ് പ്രൊഫൈലിലും വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ പറഞ്ഞാൽ സെയിം, കാരണം ബാക്കിലോട്ട് വന്ന് ബാക്ക് ബമ്പറിൽ കയറി നിൽക്കുന്ന രീതിയിലാണ് അത് വന്നിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കയറി വന്നത് തന്നെ. അപ്പോൾ ഇതാണ് ഓരോന്നിൻ്റെ ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. വാവ്, അതിലൊരു അട്രാക്ഷൻ തരുന്ന ബാക്ക് പ്രൊഫൈലുണ്ട്. അത് മാത്രമല്ല നമ്മൾ പഴയ മോഡൽ XUV 500 എവിടേക്കും ഒരു ഐഡൻറ്റിറ്റി നമുക്ക് തോന്നും. പേഴ്സണലി എനിക്കൊരു ടെയിലാമ്പ് തോന്നുമ്പോഴാണ് ആ ഒരു ഐഡൻറ്റിറ്റി വരുന്നത്. പിന്നെ LED ടെയിലാമ്പ് യൂണിറ്റ് വന്നിട്ടുള്ളത്. ഫുള്ളി LED അല്ല, ഈ ഒരു ഇൻഡിക്കേറ്റേഴ്സും പിന്നെ ഈ ഒരു ബ്രേക്ക് ലാമ്പും മാത്രമാണ് ഹാലജൻ കൊടുത്തത്. ബാക്കി എല്ലാതും LED ലാമ്പ് കൊടുത്തുള്ളത്. പിന്നെ XUV 700 എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബ്ലൂ ഫിനിഷിലാണ് 700 എന്നുള്ളത്. പിന്നെ താഴെ AX7L എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ ഓപ്ഷനാണ്. L പറഞ്ഞ ലക്ഷറി ലൈൻ, അതാണ് വന്നുള്ളത്. താഴെ ഒരു ഡിഫ്യൂസർ പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഗൺമെറ്റൽ ഫിനിഷിലാണ് ബാക്ക് ബമ്പർ വന്നുള്ളത്. 360 ഡിഗ്രി ക്യാമറ വന്നിട്ടുണ്ട്. മഹീന്ദ്രയുടെ ലോഗോ, ഒരു വൈപ്പേഴ്സ്, ഡിഫോഗ് ലൈൻ, സ്പോയിലറും വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ വാഹനം ഡോക്ടറിൻ്റെ വണ്ടി, അപ്പോൾ ഡോക്ടറിൻ്റെ ബാഡ്ജിങ്. പിന്നെ നമ്മൾ ബൂട്ട് സ്പേസിനെ കുറിച്ച് പറയുമ്പോൾ മാനുവലി ഓപ്പൺ ചെയ്തൊരു ബൂട്ട് സ്പേസാണ് വന്നിട്ടുള്ളത്. ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് വരുന്നത് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ വന്നിട്ടില്ല. മാനുവൽ വന്നിട്ടുള്ളത്. നമ്മൾ സീറ്റ് ഫോൾഡ് ചെയ്യുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു ലിവർ പ്രസ് ചെയ്താൽ നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാം. എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് ഏകദേശം 240 ലിറ്റർ ബൂട്ട് സ്പേസ് നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ഇവിടെ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹുക്ക് വന്നിട്ടുണ്ട് ആ സൈഡിൽ. നമുക്ക് ഈ വാഹനം 2 ഓപ്ഷൻ അവൈലബിൾ ആണ്. 5 സീറ്ററും 7 സീറ്റും അവൈലബിൾ ആണ്. അങ്ങനെ ടൂൾ കിറ്റ് കാരണമൊക്കെ താഴെ വന്നിട്ടുണ്ട്. കണ്ടോ, ജാക്കറ്റ് ടൂൾ കിറ്റ് താഴെ വന്നിട്ടുള്ളത്.
പിന്നെ സ്പെയർ വീൽ എന്നിട്ടുള്ള താഴെയാണ്. മാനുവലി ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ സെക്കൻഡ് റോനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് സെക്കൻഡ് റോ തുടങ്ങാം. ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഡോർ ഹാൻഡിൽ കൊടുത്തത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കംഫർട്ടുള്ള സ്പോഞ്ച് പോലത്തെ ഫിനിഷ് കൊടുത്തില്ല, ലെതർ പവറിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ ഒരു ഗൺമെറ്റൽ ഫിനിഷിലാണ് വന്നത്, നല്ല ഭംഗിയുണ്ട്, ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ SUV 700 എന്നൊരു സ്കഫ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നമ്മൾ കയറി ഇരുന്നാൽ ഈ സീറ്റ് ഫുള്ള് ബാക്കിലോട്ട് ഇട്ടിട്ടുള്ള കാരണമാണ് സ്പേസ് കുറച്ച് കുറവ്. അതിന് ഈ ഒരു ലിവർ ഉണ്ടോ, അതാണ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടു പോകും. നല്ല കംഫർട്ട്, അത്യാവശ്യം നല്ല ലെഗ് റൂമായിട്ട് നമുക്ക് ഇതിൽ ഇരിക്കാം. നല്ലൊരു ലെഗ് റൂമും കംഫർട്ടും ഇപ്പോൾ അതിൽ ലഭിക്കുന്നുണ്ട്. റിയർ AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. XUV 500 ഇവിടെയാണ് AC വെൻ്റ് വന്നിട്ടുള്ളത്, പക്ഷേ ഇവിടെയാണ് 700 വന്നിട്ടുണ്ട്. പക്ഷെ നല്ലൊരു കംഫർട്ട് നമുക്ക് കിട്ടും, നല്ലൊരു എയർ ഫ്ലോ ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. USB ചാർജ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാൻഡ് റെസ്റ്റ്, 2 കപ്പ് ഹോൾഡേഴ്സ്. സാധാരണ കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഇവിടെ ആയിരിക്കും ലഭിക്കുക, കാരണം ഇവിടെ ഒരു പ്രസ് ചെയ്താൽ ഓപ്പൺ ആയി വരും. പക്ഷേ ഇതിൽ സെൻട്രലാണ് കൊടുത്തിട്ടുള്ളത്, ഒരു യുണീക്ക് ഫീച്ചറായി തോന്നി. പിന്നെ ഈ ഒരു സീറ്റിൽ വെന്റിലേഷൻ സീറ്റിനൊരു ഹോളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഫ്രണ്ടിലത്തെ 2 സീറ്റ് മാത്രമേ വെന്റിലേഷൻ ഉള്ളൂ, ബാക്കില്ല. പിന്നെ ചൈൽഡ് ലോക്കിൻ്റെ ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ചൈൽഡ് ലോക്ക് അവൈലബിൾ ആണ് ഈ സീറ്റിൽ, ഫിക്സ് ചെയ്യുന്നത് അതാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ തേർഡ് റോ കൂടി ജസ്റ്റ് നോക്കി നോക്കാം. നമ്മൾ തേർഡ് റോക്ക് കയറുമ്പോൾ ഈ ഒരു ലിവർ പ്രസ് ചെയ്താണ് ഓപ്പറേറ്റ് ആവുന്നത് സീറ്റ്. ഒരു 1 ടച്ചിൽ തന്നെ ഓപ്പൺ ആയി വന്നു. ഇനി തേർഡ് റോ കണ്ട് കയറി ഇരുന്നാൽ അത്യാവശ്യം ലെഗ് റൂം ഉണ്ട് കേട്ടോ. ഞാൻ പേഴ്സണലി എടുത്ത് പറയണം, അത്യാവശ്യം നല്ല ലെഗ് റൂം ഉണ്ട്. ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഹെഡ് റൂമാണ് കുറച്ച് കുറവുള്ളത്, ജസ്റ്റ് കാണിച്ചിടാം. ഹെഡ് റൂമാണ് കുറച്ച് കുറവുള്ളത്, കാരണം ഈ തേർഡ് റോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രം വേണ്ടി ബിൽഡ് ചെയ്തൊരു സീറ്റാണ് തേർഡ് റോ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഹെഡ് റെസ്റ്റ് കുറച്ച് താഴ്ത്തി വെച്ചാൽ കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ട് ഇരിക്കാൻ. പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 ലിറ്ററിന് ചാർജിങ് സോക്കറ്റ്, AC വെൻറ്റുകൾ, കൺട്രോളും കൊടുത്തിട്ടുണ്ട്. ആ സൈഡിലൊരു സ്പീക്കറും കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസും. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇതിൻ്റെ ഡ്രൈവർ ക്യാബിൻ എന്ന് വെച്ച് കാണിച്ചു തരാം. വാവ്, ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു പ്രീമിയം ലുക്കിലൊരു ഡ്രൈവിംഗ് ക്യാബിനാണ് കൊടുത്തുള്ളത്. നമുക്ക് അവിടെ കയറുന്നത് ഇവിടെ എന്തൊക്കെയാണുള്ളത് ജസ്റ്റ് നോക്കിയിട്ട് വരാം, ഇവിടെ എന്തൊക്കെയുള്ളതെന്ന്. അപ്പോൾ ഇതുകൊണ്ട് ക്ലോസ് ചെയ്തേക്കാം. ഈ ഒരു ലിവർ ഉണ്ട്, നമ്മൾ ബാക്കിൽ നിന്ന് ഇരിക്കാൻ, പക്ഷേ ഫ്രണ്ടിൽ ആരും ഇല്ല. അപ്പോൾ നമുക്ക് തന്നെ ഒറ്റയ്ക്ക് അൺലോക്ക് ആക്കുന്ന രീതിയിൽ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല അത് സീറ്റ് ഫോൾഡ് ചെയ്യാനും പറ്റും. ഈ സീറ്റ് ഫോൾഡ് നമുക്കൊരു ക്യാമ്പിങ് പർപ്പസിൽ യൂസ് ചെയ്യാം. ഈ 2 സീറ്റും ഫോൾഡ് ചെയ്ത് ഇവിടെ കിടന്ന് ക്യാമ്പിങ് ചെയ്യാം, അതാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഡ്രൈവർ ക്യാബിൽ കയറുമ്പോൾ സ്മാർട്ട് ഡോർ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ഈ ഡോർ പാഡ് നോക്കുമ്പോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിലെ ഡോർ പാഡ് വന്നിട്ടുള്ളത്. ലോക്ക് അൺലോക്ക്, പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇത് നമ്മൾ മെർസിഡീസിൽ കാണുന്ന ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് കണ്ടോ. മെർസിഡീസിൽ കാണുന്ന ഒരു എലമെൻ്റ് വന്നിട്ടുള്ളത്. ഇത് മെമ്മറി സീറ്റ് അഡ്ജക്ഷൻ വന്നുള്ളത്. നമ്മുടെ തൈ സ്പോട്ടിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നേരെ ഇന്റീരിയർ കയറി നമ്മൾ ഇന്റീരിയറിനെ കുറിച്ച് സംസാരിക്കും. ഫുൾ ഒരു പ്രീമിയം ലുക്കുള്ളൊരു ഇന്റീരിയർ വന്നുള്ളത്. ഒരു 10.5 ഇഞ്ചിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് മോഡ് സെലക്ഷൻ വന്നിട്ടുണ്ട്. സിപ്പ്, സാപ്പ്, സൂം, പിന്നെ കസ്റ്റം എന്നുള്ളൊരു ഡ്രൈവ് മോഡാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ 360 ഡിഗ്രി ക്യാമറയുടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. സ്ക്രീൻ ഓഫിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ, പാസഞ്ചർ എയർ ബാഗിൻ്റെ ഓഫ് ആക്കാനുള്ള ബട്ടൺ കൊടുത്തു, ഓൺ ഓഫ് വന്നിട്ടുണ്ട്. പിന്നെ വയർലെസ് ചാർജിങ് പോർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ്, 2 USB പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ, 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വന്നത്, ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ലഭിക്കേണ്ട ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കാണുമ്പോൾ. അതുപോലെ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, ഇത് നമ്മൾ റോട്ടറി സ്വിച്ചാണ്, നമ്മൾ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന റോട്ടറി സ്വിച്ച്. പിന്നെ ഇവിടെ ഹോം ഫേവറേറ്റ് അതിന് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. സ്ലൈഡ് രൂപത്തിലാണ് ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്, പേഴ്സണൽ കാര്യങ്ങളുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്, അത്യാവശ്യം വലിയൊരു ഗ്ലോ ബോക്സ് വന്നിട്ടുണ്ട്. മേലെ പേപ്പറും കളിവെക്കുള്ളൊരു ഫയൽ പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്ക്രാച്ച് പ്രൂഫ് വന്നിട്ടുണ്ട്, സ്ക്രാച്ച് ആരും എടുത്ത് കാണിക്കൂല, ആ രീതിയിലാണ് തോന്നുന്നത്. പിന്നെ മേലെ ഡിമേഡ് മിറർ കൊടുത്തിട്ടുണ്ട്. കപ്പ് സൺഗ്ലാസ് ഹോൾഡർ, ഡ്രൈവർ സൈഡിൽ സെൻസറിൽ കാരണം വന്നിട്ടില്ല. പാസഞ്ചറിൽ മിറർ വിത്ത് ലാമ്പാണ് വന്നിട്ടുള്ളത്.
ഇത് LED ലാമ്പാണ് കൊടുത്തിട്ടുണ്ട്, കുറച്ചും കൂടി ബെറ്റർ ആണ് LED ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു വൈറ്റ് ആംബിയൻ ലൈറ്റ് കണ്ടപ്പോൾ ഓഫായി ഓണായി. 3D ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ SOSന്റെ ബട്ടനും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ സൺ റൂഫാണ്. ശരിക്കും സൺ റൂഫ് എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു മൂൺ റൂഫാണ്. വലിയൊരു റൂഫാണ് കൊടുത്തിട്ടുള്ളത്, വലിയൊരു റൂഫാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ക്ലോസ് ചെയ്തേക്കാം സൺ റൂഫ്. പിന്നെ സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ ലെതർ സ്റ്റീസ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഹഗ് ചെയ്തിരിക്കുന്ന ഫീൽ ഉണ്ട് ഈ ഒരു പോർഷൻ നോക്കുമ്പോൾ, കണ്ടോ ഹഗ് ചെയ്തിരിക്കുന്ന ഫീൽ ഉണ്ട്. ഒരു വെന്റിലേഷൻ സീറ്റാണ് ഫ്രണ്ടിൽ 2 സീറ്റും വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റിയറിംഗിൽ ടിൽറ്റും ടെലിസ്കോപ്പും വന്നിട്ടുണ്ട് സ്റ്റിയറിംഗിൽ. പിന്നെ ക്രൂയിസ് കൺട്രോൾ ബട്ടൺസ്, മീഡിയ കൺട്രോൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഹെഡ് ലാമ്പ് കൺട്രോൾ, വാർപ്പി കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അഡാപ്റ്റീവ് സിസ്റ്റം അറിയില്ല, അതിൻ്റെ സെൻസറും കാര്യങ്ങളും ഇവിടെ വന്നുള്ള ക്യാമറ. അത് മാത്രമല്ല നമ്മൾ ഫ്രണ്ടിലൊരു വാഹനം പോകുമ്പോൾ അതിൻ്റെ സ്പീഡ് സെൻസ് ചെയ്തിട്ട് നമ്മൾ ഈ വാഹനം പോകും. അതൊക്കെ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. ഇപ്പോൾ എല്ലാ വാഹനവും കൊണ്ടുവരുന്നത്. നമ്മുടെ ഈ ക്രസ്റ്റലർ ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം ഏതൊക്കെയാണെന്നുള്ളത്. ഈ ഒരു നോബ് വെച്ചിട്ട് നമ്മളത് കൺട്രോൾ ചെയ്യണത് ജസ്റ്റ് നോക്കാം. അലേർട്ട് ഹിസ്റ്ററി, വെഹിക്കിൾ ഇൻഫോ, ഫ്യൂൽ ഇൻഫോ, വെഹിക്കിൾ ഇൻഫോ, മറ്റേത് ഡ്രൈവ് ഇൻഫോ ആണ്, സോറി, നാവിഗേഷൻ, ഡ്രൈവർ അസിസ്റ്റൻറ്റ്, ഡിസ്പ്ലേ ലേഔട്ട്, സെറ്റിങ്സ്, ഇങ്ങനെ ഒരുപാട്. ആദ്യം നമുക്ക് ഡിസ്പ്ലേ ലേഔട്ട് ജസ്റ്റ് നോക്കിയിട്ട് വരാം. ഇൻഫർമേഷൻ, മിനിമൽ, നോർമൽ. നമുക്ക് നോർമലാണ് ഇപ്പോൾ ക്ലസ്റ്റർ എടുക്കുക. നമുക്ക് ജസ്റ്റ് ഇൻഫർമേഷൻ നോക്കാം. അവിടെ നേരെ ബാക്ക് എടുത്ത് ഡ്രൈവർ ഇൻഫോ നോക്കുകയാണെങ്കിൽ ടൈം, ഡ്രൈവർ അറ്റൻഷൻ ലെവൽ, ഡിസ്റ്റൻസ്, ടൈം, എവറേജ് സ്പീഡ് കാര്യങ്ങളൊന്നുണ്ട്. അവിടെ നേരെ ബാക്ക് നോക്കിയിട്ട് ഫ്യൂൽ ഇൻഫോ നോക്കുകയാണെങ്കിൽ ഡ്രൈവർ അസിസ്റ്റൻ്റ് ജസ്റ്റ് കയറി നോക്കാം. നമ്മൾ അഡാസ് ഫീച്ചേഴ്സിൻ്റെ വന്നുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിലൊരു വാഹനം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്പീഡ് അനുസരിച്ച് നമ്മൾ ഈ വാഹനം പോകും. അതിൻ്റെ കൺട്രോളാണ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ താഴെയും കൊടുത്തിട്ടുണ്ട് റഡാർ സിസ്റ്റത്തിൻ്റെ. അതിൻ്റെ ജസ്റ്റ് ബാക്ക് നോക്കിയിട്ട് സെറ്റിങ്സ്, ഡ്രൈവർ അസിസ്റ്റൻസ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ്, ലെയിൻ കീപ്പ് അസിസ്റ്റൻറ്റ്, സ്മാർട്ട് പൈലറ്റ് അസിസ്റ്റൻറ്റ്, അങ്ങനെ ഒരുപാട് കണക്ടിവിറ്റി വന്നിട്ടുള്ളത്. അവിടെ നേരെ ബാക്ക് നോക്കിയിട്ട് അടുത്ത ഓപ്ഷൻ കയറി നോക്കാം. ഓട്ടോസ്, പാസഞ്ചർ, ബ്ലൈൻഡ് മോണിറ്റർ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ആ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സൈഡ് വ്യൂ ക്യാമറയുടെ താഴെ ഒരു ക്യാമറ വന്നിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റിലിട്ട കാറാണ്, ലെഫ്റ്റിലിട്ടുണ്ടെങ്കിൽ അതേ വ്യൂ ഇവിടെയും വരും. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓട്ടോ ലൈൻ സൗണ്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതൊന്നും ജസ്റ്റ് നോക്കാം. ഒരുപാട് സൗണ്ട് ഉണ്ട് ഇതിൽ, അത് മെയിൻ ഹൈലൈറ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഒരുപാട് സൗണ്ട്. അടുത്തെന്ന് പറയുന്നത് ടേൺ സിഗ്നൽ വോളിയം, നോട്ടിഫിക്കേഷൻ വോളിയം, അങ്ങനെ ഒരുപാട് മ്യൂസിക് സിസ്റ്റം ഇതിലുണ്ട്. അതായത് ഒരു ട്യൂണ് അങ്ങനെ രീതിയിൽ പറയാവുന്ന രീതിയിൽ വന്നിട്ടുള്ളത്. പിന്നെ വെഹിക്കിൾ ഇൻഫോ, നാവിഗേഷൻ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫൺ ഇൻ XUV 700, പിന്നെ ഫൺ വിത്ത് XUV 700, പിന്നെ ആൻഡ്രോയിഡോ ആപ്പിൾ കാർപ്ലേ, ഓരോന്നോരോ ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഫൺ ഇൻ നോക്കാം. അതിൽ വരുന്ന റേഡിയോ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നുള്ളത്. പിന്നെ മ്യൂസിക്, ഫോൺ, നാവിഗേഷൻ, ആപ്ലിക്കേഷൻ. ഇതിൽ ആപ്ലിക്കേഷൻ നോക്കുമ്പോൾ ക്ലൈമറ്റ് കൺട്രോൾ ഒന്നുണ്ട്, കണക്ട് ആപ്സ്, ഡോക്യുമെൻറ്റ്, ഡൗൺലോഡ് മാനേജർ, ഡ്രൈവ് മോഡ്സ്, ഗാലറി, ഹോർസ്കോപ്പ്, ജസ്റ്റ് DL ഉണ്ട്, മൈ ഡ്രൈവ്, മൈ SUV ഇൻഫോ, അങ്ങനെ ഒരുപാട് ആപ്സ് വന്നിട്ടുണ്ട്. ഞാൻ അവിടുന്ന് ജസ്റ്റ് ബാക്ക് പോയിട്ട് ഫൺ വിത്ത് XUV 700, അതിൽ വരുന്ന ടോർക്ക്, പവർ കാര്യങ്ങൾ, ഒരു സെൻട്രൽ ഒരു കോമ്പസും കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ബാക്ക് നോക്കി ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പ്, അത് നോർമൽ കാര്യങ്ങളാണ്. പിന്നെ അത് കുറച്ച് ആപ്പുകൾ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഏതൊക്കെയാണ് ജസ്റ്റ് നോക്കിയിട്ട് വരാം. സൊമാറ്റോ പോലത്തെ കുറേ ആപ്പ് നമുക്ക് ഇതിൻ്റെ സറൗണ്ട് വ്യൂ പറയുന്ന ഓപ്ഷൻ കണ്ടോ. അത് നമ്മൾ 360 ഡിഗ്രി ക്യാമറയുടെയാണ്.
അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു ക്യാമറയാണ്. ഈ സെഗ്മെന്റ് ഒരുപാട് വാഹനങ്ങളിലും ഇങ്ങനത്തെ ഒരു ക്വാളിറ്റി വേറെ ഒരു വാഹനത്തിനും കിട്ടിയിട്ടില്ല, വേറെ ഒരു വാഹനത്തിനും കണ്ടിട്ടില്ല. അത് മാത്രമല്ല ഇവിടെ ട്രാഷനുള്ള ഓഫുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഹിൽ അസിസ്റ്റൻ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഹെഡ്ലാം പൊസിഷൻ അഡ്ജസ്റ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട് കേട്ടോ. ഈ ഒരു പോർഷൻ ഒരു സിൽവർ ഫിനിഷും AC ചുറ്റും കണ്ടാൽ ഒരു പ്രീമിയം ലുക്ക് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഒരു ലിവർ ഉണ്ടോ, നമ്മൾ ബോണറ്റ് തുറക്കണം ഓപ്പണർ ആണെന്നുള്ളത്. ബോണറ്റ് തുറന്നാൽ അപ്പോൾ നമുക്ക് ഹസാർഡ് ലൈറ്റ് ഓൺ ആവും. നല്ലൊരു സേഫ്റ്റി ഫീച്ചർ തോന്നി. ഇത് നമ്മൾ വേറെ ഒരു വാഹനത്തിലും കാണിച്ചിട്ടുണ്ട്. 600 ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ 2.2 ലിറ്റർ എഞ്ചിനാണ് വന്നുള്ളത്. ഏകദേശം 182.338 bhp പവറാണ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല ടോർക്ക് നോക്കുകയാണെങ്കിൽ 450 ലിറ്ററാണ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പവർഫുൾ എഞ്ചിനാണ് ഈ വാഹനത്തിന് കൊടുത്തുള്ളത്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിങ് വന്നുള്ളത്. ഈ വാഹനം ഓട്ടോമാറ്റിക്കലി മാനുവൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഇതിൽ 4 വീൽ ഡ്രൈവ് ഉണ്ട്, 2 വീൽ ഡ്രൈവ് ഉണ്ട്. അങ്ങനെ കൊടുത്തത് ഇൻസുലേഷൻ കാരണം കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നല്ല വെയിറ്റിൽ ഹുഡാണ് കൊടുത്തത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം SUV ആണ്. ഒരു ഹൈഡ്രോളിക് സ്ട്രെങ്ത് കൊടുക്കാമായിരുന്നു തോന്നി. അത് മാത്രമല്ല ഇതിൻ്റെ ബാക്കിലത്തെ ബൂട്ട് സ്പേസ് ഓപ്പണറും അതൊരു മാനുവൽ ഓപ്പണേറ്റ് ടൈൽ ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അതൊന്നും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു ഇലക്ട്രിക് ഓപ്പണിങ്ങും കൊടുക്കാമായിരുന്നു തോന്നി. ഓണർ നമ്മുടെ കൂടെ ഉണ്ട്, ഡോക്ടർ ഹക്കീം സാറാണ്. സാർ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ സാറ് ഈ XUV 700 എടുക്കാനുള്ള ഒരു കാരണം ഞാൻ ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ കുറെ വണ്ടികളെ പറ്റി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മഹീന്ദ്രയുടെ ഒരു പുതിയ വണ്ടി എന്നുള്ള നിലയിൽ ഇവർ ലോഞ്ച് ചെയ്തത്. ഒരു 2021 ലാസ്റ്റ് ആയപ്പോഴത്തേക്കാണ് ലോഞ്ചിങ് വന്നത്. അത് കഴിഞ്ഞപ്പോൾ വണ്ടിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് ഈ വാല്യൂ അന്ന് നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് ഫസ്റ്റ് പേർക്ക് 28 ലക്ഷം രൂപയ്ക്കായിരുന്നു ഈ വണ്ടി ഓൺ റോഡ് പ്രൈസ് നമുക്ക് വന്നിരുന്നത്. ആ പ്രൈസിന് നമുക്ക് ഇത്രയും ഫീച്ചറും ഇത്രയും ഡ്രൈവിംഗ് പവറും കംഫർട്ടും അതേപോലെയുള്ള ഫീച്ചേഴ്സും ഒന്നുള്ള വണ്ടി വേറെ ഇല്ല. അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടിയെ നമ്മൾ എടുക്കാനുണ്ടായ കാരണം. ഷോറൂമിൽ അവര് എടുക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഇത് പുതിയ വണ്ടിയാണ്, അപ്പൊ നമ്മളൊരു പേപ്പർ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയ ചെറിയ ബഗ്ഗും കംപ്ലൈന്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം നമുക്ക് അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി എടുക്കുക എന്നുള്ള രൂപത്തിൽ അവരെല്ലാം സൈൻ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കാര്യമായ വലിയ പ്രശ്നങ്ങൾ 1-2 തവണ ഒരു ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ എന്ന് പറയുന്ന പോലെ സ്ക്രീനിന് ചെറിയൊരു 1-2 പ്രോബ്ലം വന്നിട്ടുണ്ട്. അതൊക്കെ ഷോറൂമിൽ പോയി അവർ ക്ലിയർ ചെയ്ത് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതേപോലെ സർവീസും വളരെ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുകളോ കുഴപ്പങ്ങളോ ഒന്നുമില്ല. നമ്മൾ സർവീസ് ചെയ്യുന്നത് തിരൂർക്കാട്, മലപ്പുറം ജില്ലയിലെ തിരൂർക്കാട് പെരിന്തൽമണ്ണയുടെ അടുത്തുള്ള എറോ മോട്ടോഴ്സിലാണ്. അവിടുന്ന് അവർ വളരെ നല്ല സർവീസ് ആയിരുന്നു. അതുപോലെ തന്നെ അവർ നല്ല ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അവർ അത് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ അന്ന് നമ്മൾ എടുത്ത സമയത്ത് 28 ലക്ഷമാണ്, അറൗണ്ട് 28 ലക്ഷത്തി സംതിങ്, കറക്റ്റ് എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല. 28 ലാക്ക് അറൗണ്ട് ആണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അത് വില കൂടിയിട്ടുണ്ട്. ഓരോ വർഷം കൂടുന്നിടത്ത് ഓരോ മാസം അവർ ബഗ്ഗുകളൊക്കെ കുറെ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ അപ്ഡേറ്റ് വരുമ്പോൾ ഓരോ കംപ്ലൈന്റുകൾ അവർ നികത്തി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ വയർലെസ് ഓൺഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേ ഉണ്ടെങ്കിലും ഇതിൽ ആപ്പിൾ കാർപ്ലേ നമ്മൾ എടുത്ത സമയത്ത് ഇല്ലായിരുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് അവർ പറഞ്ഞിരുന്നത് വെയിറ്റ് ചെയ്ത് ഏതോ ഒരു അപ്ഡേറ്റിലാണ് അത് പിന്നെ ശരിയാക്കി കൊണ്ടുവന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വണ്ടി ബാക്കി ഇപ്പോൾ മിക്കവാറും എല്ലാ അപ്ഡേറ്റും കഴിഞ്ഞ് ഇപ്പോൾ നല്ലൊരു ഫുൾ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടോ കംപ്ലൈൻറ്റുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. കാര്യമായിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇതിന് മെയിൻ ഹൈലൈറ്റ് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഫീച്ചറിനേക്കാൾ ഉപരി ഈ വണ്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയുടെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡ്രൈവിംഗ് കംഫർട്ടും ഇതിന്റെ പവറുമാണ്. ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് ബാക്കി സെഡാൻ വണ്ടികളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പൊതുവെ നമുക്കൊരു കുറച്ച് ബോഡി റോളും കാര്യങ്ങളും SUVക്ക് ഉണ്ടാവും. അത് കൂടാതെ പിന്നെ അത് വെച്ച് ഇതിന്റെ മുമ്പുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അറിയാലോ XUV 500 ഉണ്ടായിരുന്നു, സ്കോർപിയോ. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബോഡി റോളിങ് വളരെ കുറവാണ് വണ്ടിക്ക്. അപ്പൊ അതിനുള്ളൊരു കംഫർട്ട് നന്നായിട്ടുണ്ട്. പിന്നെ നല്ല പവറാണ് വണ്ടിയുടെ പവർ. നമുക്കൊരു 182 bhp പവറും ഉണ്ട്. പിന്നെ ഇത് ഓട്ടോമാറ്റിക് ഡീസൽ ആയതുകൊണ്ട് ഒരു 450 Nm ടോർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല പെർഫോമൻസും ആണ്. ഓവർടേക്കിംഗ് ഒക്കെ ഭയങ്കര ഈസിയാണ്. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ലോങ് ഡ്രൈവിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ ഇതിൽ നമുക്ക് മിസ്സാണ്.
അതിൽ ഏറ്റവും ഇല്ലാത്തൊരു കാര്യങ്ങളുണ്ട്. അതാണ് ഇതിൽ പ്രശ്നങ്ങൾ വെച്ചാൽ ഇപ്പൊ നമുക്ക് ചെറിയ വണ്ടി, അതായത് ഹാച്ച് ബാക്കിൽ വരെ ഇപ്പൊ ഹ്യുണ്ടായി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇത് വെന്റിലേറ്റഡ് സീറ്റും കാര്യങ്ങളും. അത് നമുക്ക് ഈ വണ്ടിയിൽ ഇതുവരെ ഇല്ല. അത് ഭയങ്കര ഒരു പോരായ്മയായിട്ടാണ് കാണുന്നത്. അത് കൂടാതെ പിന്നെ വരുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ബാക്ക് ഡിക്കി ഓപ്പണിംഗ് ചെയ്യുന്ന സംവിധാനം, ഇലക്ട്രിക് ഓപ്പണിംഗ് ഇല്ല. അതാണ് വേറെ പ്രശ്നം. പിന്നെ നമുക്ക് ഉണ്ടെങ്കിലും ഇല്ല, അതായത് നമുക്ക് വളരെ അത്യാവശ്യം എല്ലാത്ത ഫീച്ചർ ആണെങ്കിൽ പോലും പിന്നെ ഫ്രണ്ടിലെ ഹൈഡ്രോളിക് ആയിട്ടുള്ള ഫ്രണ്ട് ഹുഡ് ഓപ്പണിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഇതിന്റെ മെയിൻ ഒരു പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത്. കൊടുക്കായിരുന്നു അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞതിൽ വെന്റിലേറ്റഡ് സീറ്റെങ്കിലും അവർക്ക് പ്രൊവൈഡ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പുതിയ വെർഷനിൽ അവര് അത് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അത് എങ്ങനെയായാലും നിർബന്ധമായിട്ടുണ്ടാവും. അതാണ് പിന്നെ അത് നമ്മള് വണ്ടിയുടെ മൊത്തം ഫീച്ചർ നോക്കുമ്പോൾ ഇതിന്റെ പ്രൈസും കൂടെ നോക്കിയിട്ട്, കാരണം ഈ ഒരു പ്രൈസിന് നമുക്ക് ഈ ഒരു എമൗണ്ടിൽ ഇത് ചെയ്യാന്ന് പറഞ്ഞ, അതായത് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു വേറെ മാർക്കറ്റിൽ നമുക്ക് ഒരു വണ്ടി ഇത്രയും പ്രൈസ് റേഞ്ചിൽ ഇത്രയും പെർഫോമൻസും ഫീച്ചറും നമുക്ക് അവൈലബിൾ അല്ല. പിന്നെ വണ്ടിക്ക് കുറെ അഡാസ്, അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ റോഡിൽ ഒന്നും കാര്യമായിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമുക്ക് ആകെ ഒരു ഉപയോഗം എന്ന് പറയുന്ന ഇതിലൊരു ഹെഡ്ലൈറ്റിനുള്ള ഒരു ഫീച്ചറാണ്. അതായത് നമ്മളൊരു 80 കിലോമീറ്റേഴ്സ് കടഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റും കൂടെ, അത് ബ്രൈറ്റിന്റെയും അപ്പുറത്തോട്ട് ഒരു ബൂസ്റ്റഡ് ലൈറ്റ് വരും. അത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര വിഷനും ഒക്കെ കിട്ടാൻ നല്ലൊരു നല്ലൊരു വിഷനാണ് രാത്രിയിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ കൂടെ താങ്ക് യു. വെൽക്കം. ഓക്കെ, ശരി. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വായനത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പോസിറ്റീവ് നെഗറ്റീവ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ. അടുത്ത വീഡിയോ നേരെ ചെറിയൊരു ബ്രേക്ക്.